കനത്ത മഴയത്ത് സുടസുടാ പായസം, പാലട പായസവും പരിപ്പ് പായസവും എല്ലാം ഉഗ്രൻ ടേസ്റ്റിൽ. ഹലോ, ഇത് തൃശ്ശൂരിൽ നിന്നും RJ വിഷ്ണുപ്രിയയാണ്. ഒരു പായസക്കട പരിചയപ്പെട്ടാലോ? നമ്മളെങ്ങനെ അമ്പാടി പായസക്കടയിൽ എത്തിയിരിക്കുകയാണ്. രമേശ് ഏട്ടാ, തിരക്കാൻ തോന്നുന്നു? ഒത്തിരി തിരക്കുണ്ടായിരുന്നു. കാലത്ത് കുറച്ച് ഉണ്ടാക്കിയിട്ടേ അത് തീർന്നു പോയി. അപ്പൊ രണ്ടാമത് ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞുള്ളൂ. ഈ പായസം ഉണ്ടാക്കി മാത്രവും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമല്ലേ? അങ്ങനെ തന്നെ 35 വർഷമായിട്ട് പായസം കൊണ്ടാണ് ജീവിക്കണേ. നമ്മുടെ കൊച്ചിയുടെ പായസ പെരുമ തൃശ്ശൂരിന് കേരളത്തിലെ ആദ്യത്തെ പായസക്കട എന്നൊക്കെ. അത് അന്ന് കേരളത്തില് 365 ദിവസം പായസം കിട്ടുന്ന ഒരു കട ഉണ്ടായിരുന്നില്ല. അപ്പൊ 30 വർഷം മുമ്പ് അവിടെ ആയിരുന്നു, എറണാകുളം MG റോട്ടിലായിരുന്നു കടയാ. അപ്പൊ ഓണത്തിനൊരു സ്റ്റാളായിട്ട് തുടങ്ങിയതാ. കേരളത്തിലും ഓൾ ഇന്ത്യ ബേസിലൊക്കെ പോവാറുണ്ട് പായസത്തിന്റെ പരിപാടിക്ക്. അപ്പൊ സ്റ്റാളായിട്ട് തുടങ്ങി. ഓണം കഴിഞ്ഞിട്ടും സ്റ്റാള് പൊളിക്കാൻ നേരത്തും ആൾക്കാർ പായസം അന്വേഷിച്ച് വരികയായിരുന്നു. അപ്പൊ കുറേശ്ശെ വെച്ച് തുടങ്ങിയപ്പോൾ ആൾക്കാർ ആവശ്യക്കാരുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അവിടെ തന്നെ സ്റ്റാള് പെർമനന്റ് സ്റ്റാളായിട്ട് അവിടെ തുടങ്ങി, പായസക്കടയായിട്ട്. ഒന്ന് കുടിച്ചു നോക്കിയാലോ പായസം? അസാധ്യമായിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ്. ശരിക്കും എന്താണ് ചേട്ടാ ഇതിന്റെ സീക്രട്ട്? സീക്രട്ട് ഒന്നുമില്ല. നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ മാത്രമേ ഇതിൽ ചേർക്കണുള്ളൂ. പാല്, പഞ്ചസാര, അട. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ല? ഇല്ല, മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പാല് കുറുകിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ആവണത്, ആണോ? അപ്പൊ നമ്മള് പാല് കുറുക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യം വരുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഇത്രയും കുറുക്കി എടുക്കാനായിട്ട് എത്ര സമയം വേണ്ടി വരും? അത് ഇപ്പൊ നമ്മുടെ പവർ സ്റ്റവ് ആണ്. ഒരു 1.5 മണിക്കൂർ പിടിക്കും ഒരു 5 ലിറ്റർ ഉണ്ടാക്കണമെങ്കിൽ. അത് നല്ല സമയം എടുത്തിട്ട് ഉണ്ടാക്കുക, നല്ല പവറില് സ്റ്റവ് എടുത്ത്. മിതമായ റേറ്റും ഉഗ്രൻ ടേസ്റ്റും ഈ ഒരു പായസം എൻജോയ് ചെയ്യാനായിട്ട് നേരെ പോരെ നമ്മുടെ തൃശ്ശൂര് കുട്ടനെല്ലൂരില് അച്യുത മേനോൻ കോളേജിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അമ്പാടി പായസക്കട. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.